ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കാബേജും ക്യാരറ്റും പരിപ്പും എല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരൻ റെഡിയാക്കാം. കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് കാബേജ് നന്നായി വാഷ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ നന്നായി ചെറുതാക്കി തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകെല്ലാം ചേർക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവൊന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കാബേജ് തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടലയ്ക്ക് പകരം നമുക്ക് ഉഴുന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാതെ വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാബേജും ക്യാരറ്റും എല്ലാം കൂടെ നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പരിപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സാമ്പാർ പരിപ്പൊന്ന് വേവിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓവർ വെന്ത് പോകരുത്. ഒറ്റ വിസിൽ കുക്കറിൽ വരുത്തിയ ശേഷം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മളിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പെല്ലാം ഓൾറെഡി വേവിച്ച് വെച്ചതായതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതുപോലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും കാബേജ് തോരന് നല്ല ടേസ്റ്റ് കിട്ടും. നമുക്കിത് 2 മിനിറ്റ്സ് മൂടി വെച്ച് കൊടുക്കാം. തോരൻ റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ തോരൻ നമുക്ക് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സിനെല്ലാം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.